ഹായ്. ദ ഫ്യൂച്ചർ ഓഫ് റിയൽ എസ്റ്റേറ്റ് ഭയങ്കരമായിട്ട് ചർച്ച നടക്കുന്നൊരു സംഭവമാണ് ഇപ്പോൾ എല്ലാ സോഷ്യൽ മീഡിയയിലും. സോ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷേ കുറച്ച് കാര്യങ്ങൾ ഞാൻ പോയിൻ്റ് ഔട്ട് ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഭൂമിയിൽ പുതിയ പുതിയ സ്ഥലങ്ങൾ ഉണ്ടാകുന്നില്ല, ഉള്ള സ്ഥലങ്ങളാണുള്ളൂ. ആ ഉള്ള സ്ഥലങ്ങളിൽ ഗവൺമെൻറ്റിൻ്റെ പ്രോപ്പർട്ടി, ഇപ്പോൾ കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ടുള്ള പ്രോപ്പർട്ടി എല്ലാം കഴിഞ്ഞ് വളരെ കുറച്ച് ലാൻഡാണ്. അതിൽ തന്നെ നമുക്ക് ഈ പാടം അതുപോലത്തുള്ള ലാൻഡ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പർ ലാൻഡായിട്ടുള്ളത്, അതായത് പുരയിടമായിട്ടുള്ള ലാൻഡ് വളരെ കുറവാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ വലിയ വലിയ കമ്പനികളും വലിയ വലിയ ബ്രാൻഡ്സും ഒരുപാട് ലാൻഡ് വാങ്ങി വയ്ക്കുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ നമ്മുടെ ഇവിടുത്തെ പോപ്പുലേഷൻ നോക്കുകയാണെങ്കിൽ, നമ്മുടെ പോപ്പുലേഷന് മൊത്തത്തിൽ വേണ്ടുന്ന ലാൻഡ് നമുക്ക് ഒട്ടുമില്ല. അതിൻ്റെ പെർസെൻറ്റേജ് നോക്കുകയാണെങ്കിൽ വളരെ 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 കുറവാണ്. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൈസയുണ്ട്, എന്ത് ചെയ്യണമെന്ന് നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണെങ്കിൽ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയും ഇപ്പോഴാണ് ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റി. കാരണം ഒരുപാട് നല്ല നല്ല പ്ലോട്ടുകളും സ്ഥലങ്ങളും വിൽക്കാനുണ്ട്. ഇതുപോലെ ഒരു അവസരം ഇനി കിട്ടിയെന്ന് വരില്ല. ഒരിറക്കം ഉണ്ടെങ്കിൽ ഒരു കയറ്റം ഉടനെ ഉണ്ടാവും. ബിക്കോസ് ആൾക്കാർക്ക് വീട് വയ്ക്കണമെങ്കിൽ സ്ഥലം വേണം, ആ സ്ഥലം വളരെ കുറവാണ്. അപ്പോൾ എല്ലാവരും തിങ്ക് വൈസ്ലി, ലിവ് റെസ്പോൺസിബിളി, സേഫായി ഹാപ്പിയായി ഹെൽത്തി ആയിട്ടിരിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എല്ലാം ചെയ്യുക. ബൈ.